Good morning, viewers. Welcome to my channel. ഇന്ന് മാർക്കറ്റ് വളരെ ഒരു സ്ലോ സ്റ്റാർട്ടിങ് കാണുന്നത് ഞാൻ കാണുന്നത് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി കാണുന്നത് 25,523 ചെയ്യുന്നത്. ഇന്നലെ അത് പോയത് ഏകദേശം 25,650 വരെ പോയിരുന്നു. ആ സമയത്ത് മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് കാണുന്നു. വേർ ഇസ് എ സ്റ്റിഫ് റെസിസ്റ്റൻസ് 25,500 സ്റ്റിഫ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇന്നലെ തന്നെ 25,650 പോയപ്പോൾ സെല്ല് വന്നിട്ട് 25,400 അടുത്ത് നിഫ്റ്റിനെ കൊണ്ടുവരുന്നു. ഇത് തിങ് ഈസ് ദാറ്റ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ മാർക്കറ്റിൽ വെൻ ദർ ഇസ് എ ഷാർപ്പ് മൂവ് ഇൻവെസ്റ്റേഴ്സ് ആർ ബുക്കിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ടേക്കിംഗ് ദ മണി ഔട്ട്. ഇന്നത്തെ മാർക്കറ്റിൽ അങ്ങനെയുള്ള സ്ട്രാറ്റജീസേ ശരിയാവും. കാരണം ഈ മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പെട്ടെന്നൊരു ഷാർപ്പ് കറക്ഷൻ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. വെൻ എവർ ദർ ഇസ് എ പ്രോഫിറ്റ് and you take the profit and പിന്നെ അത് ലോല് വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് ദാറ്റ് ഈസ് എ ബെസ്റ്റ് സ്ട്രാറ്റജി. ഐ തിങ്ക് ഇന്ന് എനിക്ക് പറയാനുള്ളൊരു സ്റ്റോക്കിനെ കുറിച്ച് 2-3 സ്റ്റോക്കുകളെ കുറിച്ച് പറയാനുള്ള ഒന്ന് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് എനിക്ക് തോന്നുന്നു ആക്സിസ് ബാങ്ക് കുറച്ച് കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ HDFC ബാങ്ക് ഞാൻ 2 ദിവസം സെല്ല് പറയുന്നത് HDFC ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവർ ലോൺ സെല്ല് ചെയ്യാന്ന് ഏകദേശം HDFC ബാങ്ക് they are selling around 90 billion ലോൺ സെല് ചെയ്യാന്ന് കേൾക്കുന്നത്. അതെന്ന് വെച്ചാൽ മെയിൻലി ഇൻവോൾവ് ഈ കാർ ലോൺ കൊടുത്തൊക്കെ കുറേ ലോൺ അവർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ സെല് ചെയ്യാന്ന് കേൾക്കുന്നത് വൺ ടൈം ആയിട്ട്. ഈ 2 സ്റ്റോക്കുകളിൽ നിന്ന് വാച്ച് ചെയ്യണം, ആക്സിസ് ബാങ്കും HDFC ബാങ്കും. പിന്നെ വേറൊരു സ്റ്റോക്ക് വാച്ച് ചെയ്യാനുള്ളത് ഹൈടെക് കോർപ്പറേഷൻ എന്നൊരു കമ്പനിയാണ്. ഈ കമ്പനി ഇന്നലെ നല്ല വോളിയം കാണിച്ചൊരു കമ്പനിയാണ്. ഹൈടെക് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഇവർ കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനി, പ്ലാസ്റ്റിക് പാക്കേജിങ് ഇൻഡസ്ട്രിയിലുള്ള റിജിഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇവരുടെ മെയിൻ കസ്റ്റമേഴ്സ് ഏഷ്യൻ പെയിൻറ്റും ബർജർ പെയിൻറ്റ്സ് പോലത്തെ പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ വലിയ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. പിന്നെ അവർ സപ്ലൈ ചെയ്യുന്നത് PNGക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, സിപ്ല, മൊൺസാൻറ്റോ, ഡാനുക അഗ്രോ ടെക്, കാസ്ട്രോൾ ഇവരൊക്കെ ഇവർ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് PE 25 റുപ്യുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് 265 റുപ്യയിലാണ്. അതിൻ്റെ ഹൈ പോയത് 309 റുപ്യാണ്. ബുക്ക് വാല്യൂ 153 റുപ്യാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.73 ആണ്. ഇബിറ്റ് ലാസ്റ്റ് ഇയർ വന്നത് 43 കോടി അതിൻ്റെ ഇബിറ്റ് ഉണ്ട്. ആൻഡ് ROIC വരുന്നത് 10.2% കൊടുക്കുന്നുണ്ട്. അസെറ്റ് 95 കോടി, ലാബിലിറ്റി 84 കോടി ഉണ്ട്. ഈ കമ്പനി നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഹൈടെക് കോർപ്പറേഷൻ. ഇതൊരു കമ്പനി. രണ്ടാമത് ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ 10-200 റുപ്യേൻ്റെ സ്റ്റോക്കുകളൊക്കെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ബജാജ് ഹൗസിങ്ങിനെ കുറിച്ചിട്ട് ഇന്നലെ കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഹൗസിങ് 160 റുപ്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഐ ഫൗണ്ട് ദിസ് സ്റ്റോക്ക് ഈസ് വെരി എക്സ്പെൻസീവ് ആയിട്ട് ഇറക്കുന്നത്. ബുക്ക് വാല്യൂ PE ഏർണിംഗ് കാണുമ്പോൾ 77 PE വരുന്നുണ്ട് ഈ സ്റ്റോക്ക്. അപ്പോൾ ഇത് എന്തായാലും ഒരു ഫസ്റ്റ് ക്വാർട്ടർ വരെ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കണം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വന്നതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും കൂടുതൽ നല്ലത് നടക്കും. 160 റുപ്യ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയാമെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് സ്റ്റിൽ ഐ ഫൈൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു ഈ സ്റ്റോക്ക്. കാരണം നിങ്ങൾ നോക്കി അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസിൻ്റെ ഐ തിങ്ക് ഇറ്റ് 70 റുപ്പീസ് സംതിങ് ആണ് ലിസ്റ്റിംഗ് വന്നത് തോന്നുന്നു. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് വന്നത് ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ അത് ഡബിളായിട്ട് വന്നത്. പക്ഷേ 70 റുപ്യേൻ്റെ ഇഷ്യൂ പ്രൈസ് ഇപ്പോൾ 120 റുപ്യയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഐ തിങ്ക് വി ഹാവ് ടു വാച്ച് ആൻഡ് വെയിറ്റ് ദിസ് ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു ചെറിയൊരു കമ്പനിയാണ്. ഇതും UI ഫിൻകോപ്പ് എന്നൊരു കമ്പനി. നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് UI ഫിൻകോപ്പ് എന്ന് വെച്ചാൽ ഒരു NBFC കമ്പനിയാണ്. കാരണം NBFC കമ്പനിയൊക്കെ ഇനി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത് 30 റുപ്യാണ് ചെയ്യുന്നത്. 30 റുപ്യേൻ്റെ സ്റ്റോക്കാണ്. അതിൻ്റെ സ്റ്റോക്ക് PE 8 റുപ്യുള്ളൂ. അതിൻ്റെ കമ്പനീൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയെന്ന് വെച്ചാൽ 136% സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇബിറ്റ് കാണിക്കുന്ന 84 കോടി കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഇയർ. ഈ കമ്പനി നിങ്ങൾക്ക് വാച്ച് ചെയ്യുക, UI ഫിൻകോപ്പ്. ഇതൊക്കെ ചെറിയ സ്റ്റോക്സുകൾ ഞാൻ പറയുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ ശ്രീ കാർത്തിക് പേപ്പേഴ്സ് എന്നൊരു സ്റ്റോക്കാണ്. ഇത് 12 റുപ്യേൻ്റെ സ്റ്റോക്കാണ്. അതും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഇതൊക്കെ 12 റുപ്യേൻ്റെ സ്റ്റോക്കുകളൊക്കെ ഈ ലെസ് ദാൻ നമ്മുടെ നാട്ടിലെന്താ പറയുക, ലെസ് ദാൻ ലഞ്ച് യു ബൈ 12 rupees only one company you can buy.
പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ പി കുറച്ച്. പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് ദിസ് എ ഗുഡ് കമ്പനി. ശ്രീ കാർത്തിക് പേപ്പേഴ്സ് എന്നൊരു കമ്പനീനെ കുറിച്ച് പറയാനുള്ളത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾക്ക് ഈ കമ്പനീൻ്റെ ഷെയർസ് വാങ്ങുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഈ കമ്പനി ആരാണ് റിയലി ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മളെ ഈ HDFC, ആക്സിസ് ബാങ്ക് പോലെയുള്ള കമ്പനീസിന് പ്രൊമോട്ടേഴ്സ് ഇല്ലാത്ത കമ്പനികളാണ് ഈ LNT, ITC, അതിൻ്റെ കമ്പനിയെല്ലാം ഫ്രീ ഫോർ ഫ്ലോട്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദ കമ്പനീസ്. സോ ദെർഫോർ ദ കമ്പനി ഷുഡ് റൺ ഇൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ്, നിങ്ങൾക്കൊരു എൻ്റെ ജോലിയെല്ലാം വിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നോട് കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു. ഞങ്ങളൊക്കെ ഇനി ഇതൊക്കെ ഈ ജോലി ചെയ്യുന്നൊക്കെ എത്തിയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബൈ എനിക്കത് പറഞ്ഞപ്പോൾ തോന്നി, ഇന്നലെ ഏണസ്റ്റ് യുങ് ഒരു കമ്പനിയിൽ ഒരു പെൺകുട്ടി വർക്ക് സ്ട്രെസ് മുഖാന്തരം മരിച്ചു. വന്നിട്ട് അത് HR മാനേജർക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായൊരു ആ കുട്ടീൻ്റെ അമ്മ ഏണസ്റ്റ് യുങ് കമ്പനി കത്തെഴുതി, എൻ്റെ മകളെ കൂടുതൽ പണിയെടുപ്പിച്ചുകൊണ്ട് എൻ്റെ മകൾക്ക് സ്ട്രെസ് സഹിക്കാൻ വയ്യാണ്ട് എൻ്റെ മകളെ മരിക്കുക ചെയ്തത്. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിച്ചാൽ നിങ്ങളെന്തിനാ ഈ കമ്പനീനെ ബ്ലെയിം ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി റെസിഗ്നേഷൻ കൊടുത്ത് പോകാൻ ആ കമ്പനിയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഈ കമ്പനിയിൽ വർക്ക് സ്ട്രെയിൻ കൂടുതലാണ്, എനിക്ക് കമ്പനി വേണ്ട. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി, എൻ്റെ സൗകര്യത്തിനും എൻ്റെ സമയത്തിനും പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയിൽ ഞാൻ നോക്കട്ടെ. എൻ്റെ മകൾക്ക് അങ്ങനെയുള്ള കമ്പനി മതി, അമ്മ തീരുമാനിക്കട്ടെ. ഇത് വെറുതെ കമ്പനിക്കാരെ കോർപ്പറേറ്റിന് HR മാനേജറെയും ഈ കമ്പനിയിൽ വർക്കിംഗ് എൻവയോൺമെന്റ് മോശമെന്ന് അങ്ങനെയാണ്. ആ കമ്പനിയിൽ നിങ്ങൾ എന്തിനു ജോയിൻ ചെയ്തു? അങ്ങനെ നിങ്ങൾക്ക് റിസൈൻ ചെയ്ത് പോയിക്കൂടെ? റിസൈൻ ചെയ്ത് പോയി എൻ്റെ മകൾക്ക് 2 മണിക്കൂറോ 4 മണിക്കൂറോ വർക്ക് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടം, അങ്ങനെയുള്ള ജോലികൾ തിരഞ്ഞെടുക്കുക. വെറുതെ എന്തിനാണ് നിങ്ങൾ ആ കമ്പനീനെ ബ്ലെയിം ചെയ്യുന്നത്? ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ട്, ഞാൻ നാളെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നെവർ ഗെറ്റ് യുവർ ജോബ്. സോ കാരണം ഇന്നത്തെ കാലത്ത് ഒരു ജോബ് കിട്ടുക എന്ന് വെച്ചാൽ തന്നെ നെക്സ്റ്റ് ഇമ്പോസിബിൾ ഇന്ത്യയിൽ. കാരണം ഇത്ര കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ തന്നെ എത്രമാത്രം കോമ്പറ്റീഷൻ, എത്രമാത്രം റിസർവേഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫിൽട്ടർ ചെയ്ത് കുറച്ച് സീറ്റുകൾ നിങ്ങൾക്ക് ജോബ്സേ ഉള്ളൂ മാർക്കറ്റിൽ. ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാ സീറ്റും ഫ്രീ ആക്കണമെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഇന്ന് തന്നെ ഓരോ കോട്ട സിസ്റ്റംസ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് റിസർവേഷൻ ഗവൺമെൻറ് റിസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവർക്ക് നിങ്ങൾക്കൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡേ ടു ഡേ എക്സ്പെൻസ് റൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്കൊരിക്കലും പൈസ, അവർ സ്റ്റോക്ക് മാർക്കറ്റിന് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്തെ പൈസ നിങ്ങൾക്ക് തരും. ഈ ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് ഗ്യാരണ്ടീഡ് ബൈ ഫിക്സ് പേയ്മെൻറ്റ്സ്. എത്ര ഒരു കമ്പനീൻ്റെ റിലയൻസിൻ്റെ നിങ്ങൾ എത്ര ഒരു 1000കണക്കിന് ഷെയർ വാങ്ങിച്ചിട്ട് നിങ്ങൾ പെട്ടിയിൽ വെച്ചാലും നിങ്ങൾക്കത് ഒരു ഫിക്സ്ഡ് പേയ്മെൻ്റ് ആയിട്ട് കമ്പനി തരുന്നില്ല. അപ്പോൾ അതേ സമയത്ത് നിങ്ങൾ എംപ്ലോയീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫിക്സ്ഡ് വേജസ് വരുന്നുണ്ട്. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാമെങ്കിൽ കമ്പനീൻ്റെ ഏറ്റവും ഫസ്റ്റ് ലാബിലിറ്റി എംപ്ലോയീസിന് സാലറി കൊടുക്കാനാണ്. അപ്പോൾ ആ സാലറി നിങ്ങൾക്ക് ഫിക്സ്ഡ് വേജസ് ആയി വരുന്നുണ്ട്. അതുപോലെ ഒരു കമ്പനീൻ്റെ ഏറ്റവും വലിയ വേറൊരു ലാബിലിറ്റി നെക്സ്റ്റ് ഹൂ ഹാസ് ടു പേ കമ്പനി സപ്ലയേഴ്സ്. ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഏറ്റവും ആദ്യം വരുന്ന കമ്പനീൻ്റെ അക്കൗണ്ട്സിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം വരുന്ന എംപ്ലോയീസ് ആയിരിക്കും. എൻ്റെ സാലറി തരുമോ അല്ലെങ്കിൽ എനിക്ക് ഇൻക്രിമെൻറ്റ് തരും. പിന്നെ അവിടെ വരുന്ന അവരുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്ന സപ്ലൈസ് ആയിരിക്കും, എൻ്റെ പൈസ കൊണ്ടാകും. പിന്നെ വരുന്ന ലെൻഡ് ചെയ്ത ബാങ്കുകളായിരിക്കും, എൻ്റെ പൈസ ഇങ്ങോട്ട് തന്നേക്ക് പൈസ എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാന്ന് പറയുന്നുണ്ട്. സോ അവർക്ക് ഒരു ഇൻട്രസ്റ്റുകൾ കൊടുക്കണം. സോ ഇതെല്ലാം ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ വരുന്നത് വെച്ചാൽ അക്കോർഡിംഗ് ടു ദ കമ്പനീസ് പെർഫോമൻസ് ആണ്. കമ്പനീൻ്റെ പെർഫോമൻസ് എത്ര നന്നായി കൂടുന്നു അത്ര നല്ല ഇൻസെൻറ്റീവ്സ് കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയി കഴിഞ്ഞാലോ ഷെയർ ഹോൾഡേഴ്സ് ലൂസ് എവറിത്തിങ്. ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കിട്ടില്ല. നാളെ കമ്പനി ബാങ്ക്രപ്റ്റ് ആയി, എനിക്ക് എൻ്റെ കമ്പനി പാപ്പർ സൂട്ട് വർക്ക് ആവശ്യം ചിലപ്പോൾ അനിൽ അംബാനിയുടെ കമ്പനിയിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പോയി കോടതി കേസ് കൊടുക്കാൻ പറ്റുമോ? അനിൽ അംബാനി പാപ്പർ സൂട്ട് ഫയൽ ചെയ്തു, വിജയ് മല്യ പാപ്പർ സൂട്ട് ഫയൽ ചെയ്തു, അല്ലെങ്കിൽ മറ്റേ നീരവ് മോഡി കേസ് പിന്നെ ബാങ്ക്രപ്റ്റാന്ന് ഫയൽ ചെയ്തു. നിങ്ങൾക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ആ പൈസ പോയത് തന്നെ. അതാണ് ഏറ്റവും വലിയ പ്രയാസം. പല ആൾക്കാരും പിന്നെ ഈ വിചാരിക്കുന്നുണ്ട് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാസം എനിക്ക് ഒരു FD പോലെ പൈസ കിട്ടും. അങ്ങനെയൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ടേക്കുള്ളൂ. അത് കമ്പനീൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കുന്നത്. പിന്നെ അവരൊക്കെ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ ഈ കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും ലൂസ് എവറിത്തിങ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അതിൻ്റെ എംപ്ലോയീസും അവർക്കൊന്നും ലോങ് ടേം ആയിട്ട് കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കമ്പനി പോകുന്ന സമയത്ത് വർക്കേഴ്സിന് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു കമ്പനീൻ്റെ എല്ലാ റിസ്ക്കും ആ കമ്പനീൻ്റെ എടുക്കുന്ന കൂട്ടറാണ്.
അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും മാക്സിമം റിട്ടേൺസ് കൊടുക്കുന്നതും കമ്പനി. കാരണം വെച്ചാൽ അത്രയധികം റിസ്ക് എടുക്കുന്നില്ല, അവർ അത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൊരു കല്യാൺ ജ്വല്ലേഴ്സ് പോലത്തെ ഒരു കമ്പനിയിൽ ഇപ്പോൾ എന്താ അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ, അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ നോക്കുകയെന്ന് ചെയ്യാൻ പറ്റും 200 രൂപ താഴത്ത് കിട്ടണം ശരിക്കും പറയും. പക്ഷേ അതൊന്നും 200 രൂപയ്ക്ക് കല്യാൺ ജ്വല്ലേഴ്സ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ അത് എന്ത് ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരുന്നത്? നാളെ ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് എന്ത് ഗ്യാരണ്ടി തരുന്നു? അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം? ഇത്ര പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റുമോ നിനക്ക്? ജ്വല്ലറി വിറ്റിട്ടും ഡ്രസ് മെറ്റീരിയൽ വിറ്റിട്ട്, അവരുടെ മെയിൻ ബിസിനസ് ജ്വല്ലറി ആൻഡ് ഡ്രസ് മെറ്റീരിയൽസ് ആണല്ലോ. അത് വിറ്റിട്ട് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റി എനിക്ക് റിട്ടേൺസ് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കണം. അപ്പോൾ കമ്പനി റൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി, എല്ലാ കമ്പനികളും റൺ ചെയ്യുന്നത്. ആ പ്രോഫിറ്റുള്ള ഒരു ലാഭത്തിൻ്റെ വിഹിതമാണ് നിങ്ങൾക്ക് ഒരു പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാ മാനേജേഴ്സിൻ്റെ ഉദ്ദേശിച്ചാൽ മാക്സിമൈസ് ദ പ്രോഫിറ്റാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ് ഓഫ് ദി കോർപ്പറേഷൻ. പക്ഷേ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം ഒരു ലോങ് ടേം ഫ്യൂച്ചറിൻ്റെ കമ്പനിയെ കുറിച്ചിട്ട് ബോധവാന്മാരില്ല. കാരണം ഞാനൊരു എക്സാമ്പിൾ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഗൾഫിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, നിങ്ങളെ കോൺട്രാക്ട് 2 കൊല്ലം, നിങ്ങൾ ആ കമ്പനീൻ്റെ ലോങ് ടേം ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയിൽ കമ്പനി ഇത്ര വലിയ ഗ്രോ ചെയ്യണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ആടെ കോൺട്രാക്ട് ഓൺലി 1 or 2 years കോൺട്രാക്ട് ആണ്. 1 or 2 years കോൺട്രാക്റ്റിൽ നിങ്ങൾ എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതി അത് വർക്ക് ചെയ്യുക, നിങ്ങൾ പോവുക, അത്രയേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് ഇൻ ദാറ്റ്, അപ്പോൾ നിങ്ങൾ പല കമ്പനികളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞെടുത്ത പല കമ്പനികളും നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ എല്ലാ കമ്പനീൻ്റെ ബാക്കിലും ലിമിറ്റഡ് PLC LLC എന്നുള്ള ഇങ്ങനെ കമ്പനി ഗൾഫിലൊക്കെ ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി എന്നുള്ള ഇങ്ങനത്തെ ഈ ഷോർട്ട് ആക്രോണിം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ PLC എന്ന് വെച്ചാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നാണ്. LLC എന്ന് വെച്ചാൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അല്ലെങ്കിൽ സിംപിളി ലിമിറ്റഡ് കമ്പനി L എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിമിറ്റഡ് കമ്പനി അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലിമിറ്റഡ് കമ്പനി വിൽ ലൂസ് ഓൺലി വാട്ട് യു ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഷെയർസ്. ഇപ്പോൾ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയി കഴിഞ്ഞാലും നിങ്ങൾ ആ ഷെയറിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്ത് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, നിങ്ങൾ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പൈസ മാത്രമേ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി പോകും. അപ്പോൾ ലിമിറ്റഡ് എന്ന് വെച്ചാൽ വേർഡ് എന്ന് വെച്ചാൽ അത് ലിമിറ്റഡ് ലയബിലിറ്റി. അത് ഈ ലിമിറ്റഡ് ലയബിലിറ്റി വന്നതിന് ശേഷമാണ് ഈ മോഡേൺ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഒരു സംഭവം ലോകത്തിലുണ്ടായത്. അത് ഈവൻ കാൾ മാർക്സ് പോലും സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് കൂടി ഉദ്ദേശിക്കുന്നത് ഒരു ഇൻവെസ്റ്റർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ കൂടുതൽ നഷ്ടപ്പെടില്ല. അത് ഈ 16th century യൂറോപ്പിൽ പണ്ട് വന്നിരുന്നത്. പണ്ട് ആ സമയത്ത് ഇത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള പേരിൽ ആദ്യം അറിയപ്പെടുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ അയാൾ എല്ലാം റിസ്ക് ചെയ്യണം. അയാൾക്ക് വാട്ടെവർ അയാളെ ക്യാപിറ്റൽ റിസ്ക് ചെയ്യണം, അയാളെ സകലം റിസ്ക് ചെയ്തിട്ടാണ് അയാളൊരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി, ഒരു സോഫ്റ്റ്വെയർ മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുന്നത്, നിങ്ങളെ സ്വന്തം പൈസ ഇട്ടിട്ടാണ് മുഴുവൻ തുടങ്ങാതിരിക്കുക. എല്ലാം മോർട്ട്ഗേജ് ചെയ്തിട്ടും നിങ്ങളുടെ പ്രോപ്പർട്ടികൾ മോർട്ട്ഗേജ് നിങ്ങളുടെ ക്യാപിറ്റൽ ഇട്ട് നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നതായിരിക്കും. സോ ആ കമ്പനി നിങ്ങൾ നാളെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ യു ലോസ്റ്റ് എവറിത്തിങ്. സോ അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ദാറ്റ് ഈസ് മീൻസ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് ഫെയിൽ ചെയ്താൽ നിങ്ങളെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഡെപ്റ്റേഴ്സിന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ ജയിലിൽ പോവുക, ഈ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിനെ പിടിച്ച് ജയിലിലിടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ വിജയ് മല്യനെ കാണുന്നില്ല, അയാളൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അയാൾ ഷെയർ ഹോൾഡേഴ്സിന് അയാളെ പോയിട്ട് ഒരു കേസ് കൊടുത്താലൊന്നും ജീവിക്കാൻ പോകുന്നില്ല. സോ അപ്പോൾ സംഭവിച്ചു വെച്ചാൽ അപ്പോഴാണ് ഈ മാനേജേഴ്സ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി LLC കമ്പനി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. സോ അതിൽ അപ്പോൾ നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ കൊണ്ട് മാനേജേഴ്സ് ഈ കമ്പനി എങ്ങനെ എഫക്റ്റീവ്ലി റൺ ചെയ്യുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഇന്നത്തെ പറഞ്ഞു വന്ന ചില സ്റ്റോക്സിനെ കുറിച്ച് നമ്മളൊക്കെ പോകാമെന്ന് വെച്ചാൽ ഇന്നലെ ചെയ്ത നല്ല സ്റ്റോക്കുകൾ കാണുന്നത് HDFC ബാങ്ക് കുറച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്നലെ മെയിൻലി ചെയ്ത് HDFC ബാങ്കാണ്. റിലയൻസ് മാർക്കറ്റിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഭാരതി ലാസ്റ്റ് മിനിറ്റിൽ ഒരു 50 രൂപ കയറിയിട്ട് പിന്നെ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുന്നു ഭാരതി. രാവിലെ മാർക്കറ്റ് ഈ ട്രേഡ് കട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് കയറുകയും ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിനെ താഴത്ത് കൊണ്ടുവരുക ട്രേഡേഴ്സ് ചെയ്തത്. സോ NTPC ആയിരുന്നു ഇന്നലത്തെ വലിയൊരു മൂവ് ചെയ്ത ഒരു സ്റ്റോക്ക്. NTPC സൺഫാർമ നന്നായി ചെയ്തിരുന്നു NTPC. പിന്നെ അതുപോലെ ചെയ്തൊരു ബാങ്ക് കോട്ടക് ബാങ്ക് 1874 കോട്ടക് ബാങ്ക് ചെയ്തിരുന്നു.
സോ അതൊക്കെ ഇന്നലത്തെ സംഭവം, ഇന്നലത്തെ മാർക്കറ്റ്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നടത്തില്ല. സോ ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറയും. സോ ഞാൻ കാണുന്ന ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. HDFC ബാങ്ക് വാച്ച് ചെയ്യുക, ആക്സിസ് ബാങ്ക് വാച്ച് ചെയ്യുക. ഈ രണ്ട് ബാങ്കും ഇന്ന് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ വാച്ച് ചെയ്യേണ്ട വേറെ സംബന്ധിച്ച് റിലയൻസ് ഈസ് 2900 വലിയൊരു സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ട്. 2900 ബ്രേക്ക് ചെയ്താൽ അത് ഇറ്റ് വിൽ സ്ട്രേറ്റ് അവേ ഗോ ടു 2800 അടുത്ത് വരും. പക്ഷെ അത് നല്ലൊരു ബൈങ് ലെവൽ തന്നെയാണ്. പക്ഷെ ഞാനിപ്പോഴും ബെറ്റ് ചെയ്യുന്ന ഒരു അഡാനി പോർട്ട് തന്നെയാണ്. ഇന്നലെ അഡാനി പോർട്ട് നന്നായി കറക്റ്റ് ചെയ്തിരുന്നു. അഡാനി പോർട്ടിൻ്റെ ഇഷ്യൂസ്, അത് കുറച്ച് ഇഷ്യൂസ് അതിൻ്റെ അഡാനിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ കമ്പനികളിലുണ്ട്. പക്ഷെ അതൊക്കെ മാർക്കറ്റ് ഓൾറെഡി അബ്സോർബ് ദാറ്റ് ന്യൂസ്. ചിലപ്പോൾ അതായിരിക്കണം. പക്ഷെ ഇന്നെങ്ങനെ അഡാനി ഗ്രൂപ്പ്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അഡാനിൻ്റെ സ്റ്റോക്സ്, പക്ഷേ അഡാനിൻ്റെ ഈ എല്ലാ അഡാനി അംബുജ, അഡാനി പോർട്ട്, ഇതൊക്കെ മ്യൂച്വൽ ഫണ്ട്സുകാർ വളരെ അഗ്രസീവായിട്ട് ബൈ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. സോ അവർ ബൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കറിയാലോ അവരെന്താണ് ബൈ ചെയ്യാനുള്ള കാരണം വെച്ചാൽ അവർ അത്ര ദേ ആർ നോട്ട് ഫൂൾസ് ടു ബൈ ദീസ് ടൈപ്പ് ഓഫ് സ്റ്റോക്സ്. സോ എനിവേ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്ന നോക്കാം. ഐ വിൽ അപ്ഡേറ്റ് യു ലൈറ്റർ. സോ ഇത് എൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മളെ ഈ കമ്പനികളിലെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ മോസ്റ്റ് ഓഫ് ദി നമ്മുടെ ഈ ഇന്ത്യൻ കമ്പനികളിൽ, എസ്പെഷ്യലി ഇന്ത്യൻ മാനേജ്മെൻറ്റുള്ള കമ്പനികളിൽ ഞാൻ കാണുന്ന ഒരു ആഫ്രിക്കൻ സൊസൈറ്റിയിൽ, ആഫ്രിക്കൻ കൺട്രീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആഫ്രിക്കൻ കൺട്രീസിൽ ഒരു രാജ്യവും ഫുട്ബോൾ ജയിക്കില്ല. പക്ഷെ അവർക്ക് ഫുട്ബോൾ എന്ന് വെച്ചാൽ അവരുടെ ബ്ലഡിലുള്ള സംഗതിയാണ്. ഫുട്ബോൾ കഴിഞ്ഞിട്ട് അവർക്ക് ബാക്കി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുള്ളൂ. പക്ഷേ ആഫ്രിക്കൻ സൊസൈറ്റീസിൻ്റെ അവരെന്തുകൊണ്ട് ഫുട്ബോൾ ടീം ജയിക്കുന്നില്ലാന്ന് വെച്ചാൽ, അത് ആർക്കെങ്കിലും ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ടീം സ്പിരിറ്റിൽ കളിക്കും. പക്ഷേ ദ പ്ലേയേഴ്സ് ഡോണ്ട് പാസ് ദ ബോൾ ടു അനദർ പ്ലെയർ. അതെന്താ വെച്ചാൽ അവൻ വിചാരിക്കും ഇവനെ ആ ബോൾ പാസ് ചെയ്തൊരു അവൻ ഗോൾ സ്കോർ ചെയ്യും, അവൻ വലിയ ആളാവില്ല, അതുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിലുള്ള പൊളിറ്റിക്സും ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് അറിയില്ല. അവരാരും അവരെ ചെയർ വിട്ടുകൊടുക്കില്ല, സ്റ്റാർട്ടിങ് ഫ്രം ദ പ്രൈം മിനിസ്റ്റർ ടു ചീഫ് മിനിസ്റ്റർ. എനിക്കറിയില്ല. അതുപോലെയാണ് നമ്മുടെ ആഫ്രിക്കൻ സൊസൈറ്റിയും ഇന്ത്യൻ സൊസൈറ്റിയും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു സിമിലാരിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ അതാണ്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ വി ഷുഡ് നോട്ട് പുട്ട് ദ ടെലസ്കോപ്പ് ബാക്ക്വേർഡ്സ്. വി ലുക്ക് ഫോർവേഡ് ആൻഡ് സീ ഹൗ ദ മാർക്കറ്റ് ഇസ് മൂവിങ്. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.